ഹലോ, തയ്യൽ അറിയാമെങ്കിലും ഇല്ലെങ്കിലും തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സീസൺ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ സീസൺ സമയത്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മേഖലകളെക്കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു കേട്ടോ. അതായത് ഓണം, ക്രിസ്മസ് അതുപോലുള്ള സീസൺ സമയങ്ങളിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓരോ വീഡിയോയിലും സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് ആരി വർക്ക്. ആരി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാവുന്ന ഒരു മേഖലയാണ്. എന്നാൽ സ്റ്റിച്ചിങ്ങുമായിട്ട് അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആരി വർക്ക്. ഓണം, ക്രിസ്മസ് അതുപോലെ തുടങ്ങിയിട്ടുള്ള സീസൺ സമയങ്ങളിൽ മാത്രമല്ല, വിവാഹങ്ങളിലും അതുപോലുള്ള ഫംഗ്ഷനുകളിലുമൊക്കെ ഇപ്പോൾ ആരി വർക്ക് ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ റെഗുലർ വിയർ ഡ്രസ്സുകളിൽ പോലും ആരി വർക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിസരത്തുള്ള തയ്യൽ കടകളുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവരെ നേരിൽ ചെന്ന് നിങ്ങൾ ചെയ്ത 1-2 വർക്കുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത്ര റേറ്റൊക്കെ ആകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ കാണിച്ച് അതിന് എങ്ങനെയൊക്കെ റേറ്റ് ആകുമെന്നുള്ളതും ഏകദേശം, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കുകൾ അവർക്ക് മോഡലിനായിട്ട് കടകളിൽ കൊണ്ടു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഷോപ്പിലാണെങ്കിൽ തന്നെ ആരി വർക്ക് അതുപോലുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ പരിസരങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വർക്ക് കൊടുക്കുന്നതാണ്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആരി വർക്ക് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, സ്റ്റിച്ചിങ് അറിയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർ നെക്ക്, സ്ലീവ് തുടങ്ങിയവയെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആരി വർക്ക് ക്ലിയറായിട്ട് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും ഈ വർക്കുകൾ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കിയിൽ കൂട്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അടുത്തത് ഹെമ്മിങ്, ഹുക്ക് വെക്കൽ, അതുപോലെ അയണിങ് തുടങ്ങിയവയാണ്. നമുക്ക് സീസണലായിട്ട് ഒരുപാട് വർക്കുകൾ വരുമ്പോൾ നമുക്ക് ഇപ്പം ബ്ലൗസിനൊക്കെയാണെന്ന് പറഞ്ഞാലും ഓണം സമയത്ത് ഒരുപാട് ബ്ലൗസുകളുടെ സ്റ്റിച്ചിങ്ങൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നമുക്കതിൽ ഹെമ്മിങ് ചെയ്യാനും ഹുക്ക് പിടിപ്പിക്കാനൊക്കെ സമയം വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം വർക്കുകൾ ചെയ്യാൻ അറിയാവുന്നവർ ആ പരിസരത്തുള്ള കടകളിൽ പോയി, നിങ്ങൾ ഒരു കടയിൽ നിന്ന് മാത്രമല്ല പല കടകളിൽ നിന്ന് പോയി ഐറ്റംസ് വാങ്ങിക്കൊണ്ട് വന്ന് കൃത്യമായിട്ടത് നീറ്റായിട്ട് ഹെമ്മിങ്ങും ഹുക്ക് വെക്കലും ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീസൺ സമയത്ത് മാത്രമല്ല മുന്നോട്ടേക്ക് നല്ലൊരു വരുമാന മാർഗമായിട്ട് അത് മാറും. കാരണം പല ഷോപ്പുകളിൽ നിന്നുള്ള വർക്കുകൾ റേറ്റ് ഫിക്സ് ചെയ്ത് ആ ഒരു ധാരാളം നമുക്ക് ഓർഡറുകൾ ബ്ലൗസ് വെച്ച് നിങ്ങൾ എത്രയാണോ പിറ്റേ ദിവസം തന്നെ കൃത്യമായിട്ട് കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൺസിസ്റ്റൻ്റായിട്ട് നല്ല ക്ലീനായിട്ടും ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ അറിയാം, നമുക്ക് അത്യാവശ്യം സ്ട്രെയിറ്റായിട്ട് അടിക്കാനും ഇപ്പം മടക്കി അടിക്കാൻ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ അറിയാമെന്നുള്ളവർ ഇതുപോലുള്ള സീസൺ സമയങ്ങളിലും അല്ലാതെയും നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് ഇപ്പോൾ സാരിയുടെ ഫോൾ വെക്കാൻ, അതുപോലെ സാരിയുടെ സൈഡ് മടക്കി അടിക്കാൻ, അതുപോലെ ചെറിയ ഇപ്പം ഇതുപോലെ ഓണ സീസണുകളിലൊക്കെ പാവാട സെറ്റുകൾ ഒരുപാട് വരുന്ന സമയമല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ അരികൾ മടക്കി അടിക്കാൻ, കൂട്ടി അടിക്കാൻ, അങ്ങനെയുള്ള ചെറിയ വർക്കുകൾക്കൊക്കെ ഷോപ്പിൽ പല ഷോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഇത് വരും. അപ്പം നിങ്ങൾക്ക് സീസൺ സമയങ്ങളിൽ ആ ഷോപ്പിൽ പോയിരുന്ന് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് സാരികൾ ഇതുപോലെ ഫോളൊക്കെ വെച്ച് കൊടുക്കാനുള്ളതൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. മുൻപോട്ടും നിങ്ങൾക്ക് ആ ഒരു സീസൺ സമയത്ത് ചെയ്യുന്ന വർക്ക് കൊണ്ട് മുൻപോട്ടും നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അതുപോലെ ഓൾട്രേഷൻ വർക്കുകൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഷേപ്പ് ചെയ്യാനൊക്കെ അടിക്കാനൊക്കെ അറിയാവുന്നവരാണ്. കൈക്കുഴിയൊക്കെ പിടിപ്പിക്കാനും അതുപോലെ കൈ മടക്കി അടിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും ഷോപ്പുകാർ അവരുടെ മെത്തേഡിൽ തന്നെ മാർക്ക് ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകും. കാരണം ഒരുപാട് വർക്കുകൾ സീസൺ സമയത്ത് എല്ലാം ഒന്നും ഷോപ്പുകാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ ഒരുപാട് വർക്കുകൾ തിരിച്ചു വിടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എല്ലാ വർക്കുകളും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓൾട്രേഷൻ വർക്കുകളൊക്കെ തിരിച്ചു വിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ അവർക്ക് ഷോപ്പുകാർക്ക് നഷ്ടപ്പെടുത്തില്ല, പക്ഷേ അതുവഴി നിങ്ങൾക്കൊരു വരുമാനമാകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സാരിയുടെ അരിക് കെട്ടുന്ന ആ ഒരു വർക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള സമയങ്ങളിൽ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീസൺ സമയത്തും അല്ലാതെയും ഇങ്ങനെയുള്ള വർക്കുകൾ നിങ്ങളുടെ ഫിനിഷിങ്ങിനനുസരിച്ച് ഷോപ്പുകാർ നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം കേട്ടോ. എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബായ്.